ഞാൻ മായാജാലം, ഞാനാണ് മാജിക്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. നമ്മൾ വിചാരിച്ചത് തന്നെ സംഭവിച്ചു. എന്റെ കണ്ണ് വെട്ടിച്ച് സഫോളിക്ക് രക്ഷപ്പെടാനാവില്ല. അവൻ ഇനി എവിടെ പോയാലും ശരി. രുദ്ര, നിന്റെ ഒരു ഇമേജ് സൈഡിൽ കൊണ്ടുപോയി വെച്ചതിന്റെ ഐഡിയ ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ആ കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി സഫോള ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്? അല്ല സർ, മുത്തശ്ശൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ശത്രുവിനെ പോലെ തന്നെ ചിന്തിക്കണം. നോക്കൂ, ഷക്കാൽ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ആരെങ്കിലും അന്വേഷിച്ച് എന്നെ സ്പൈ ചെയ്യും, അതെനിക്കറിയാം. അതുകൊണ്ടാണ് അവിടെ തെറ്റായ ബുക്കും ഇമേജും ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്. ആ സമയത്തിനകം ശരിക്കുള്ള ബുക്കിൽ നിന്നും മുത്തശ്ശനെയും മറ്റുള്ള മജിഷ്യൻസിനെയും രക്ഷപ്പെടുത്താനുള്ള വഴി കണ്ടുപിടിച്ചു. സബാഷ് രുദ്ര, ധൈര്യവും ചാതുര്യവും നിനക്ക് ഒരുപാട് തന്നെയുണ്ട്. പക്ഷെ മോനെ, ഒരു കാര്യം ഓർക്കണം, വിടാതെ ആ മന്ത്രം നീ മന്ത്രിച്ചു കൊണ്ടേയിരിക്കണം. അതായത് മജീഷ്യന്റെ ബോഡിയിൽ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നത് വരെ നീ മന്ത്രിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ അവരുടെ ബോഡിയിൽ മൂവ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ മജീഷ്യൻസ് ഒക്കെ ഒരു അല്പസമയത്തിനുള്ളിൽ നോർമലായി മാറും. നിന്റെ കയ്യിൽ നിന്നൊരു ചാൻസ് മിസ്സായാലും പിന്നെ രണ്ടാമതൊരു ചാൻസ് നിനക്ക് കിട്ടില്ല. വളരെ ധീരതയോടെ വേണം നീ ഈ ജോലി ചെയ്ത് തീർക്കാൻ. കേട്ടല്ലോ രുദ്ര? നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ധൈര്യമാണ്, അതിനുശേഷം ബുദ്ധി യൂസ് ചെയ്യണം, പിന്നെ വേണ്ടത് ഫോക്കസ് ആൻഡ് ബിലീവ്. മുത്തശ്ശൻ പറഞ്ഞു തന്ന ഈ പാഠം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ എന്റെ ബുദ്ധി നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ആവശ്യം ധൈര്യം, ഫോക്കസ് ആൻഡ് ബിലീവ് മാത്രമാണ്. ഷക്കാൽ പൊരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ അല്ലേ? ആ രുദ്ര, ഷക്കാല ഫ്ലോറുമായിട്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ ലാൻഡ് ആയിരിക്കുക. യെസ്, കലക്കി. ഇപ്പൊ എന്റെ പ്ലാനിംഗ് അനുസരിച്ച് വേണം നിങ്ങളൊക്കെ ജോലി ചെയ്യാൻ. എങ്കിലും നിങ്ങൾ എന്റെ കൂടെ യുദ്ധം ചെയ്യണം, ഓർമ്മയുണ്ടല്ലോ? അതങ്ങനെ പെട്ടെന്ന് ഞാൻ മറക്കോ? എനിക്ക് മനസ്സിലായി രുദ്ര, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവാത്തെ, ഞാൻ എന്തിനാ നിന്റെ കൂടെ അടിപിടി കൂടുന്നേ? നീ പറയുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ചിലപ്പോ ശത്രുവിനെ പറ്റിക്കാനായിരിക്കും അല്ലേ? ശരി, ഓക്കെ, എന്റെ അറ്റാക്ക് ഇന്ന് നീ പിടിച്ചോ. എന്റെ മാജിക്കൽ അറ്റാക്ക് ഇന്ന് പിടിച്ചോ. എന്റെ അമ്മോ, ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ആരാ എന്റെ മുഖത്തൊക്കെ കരിവാരി തേച്ചത്? രംഗീല, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്താ, നീയല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞ നിന്റെ കൂടെ അടിപിടി കൂടണമെന്ന് പറഞ്ഞതല്ലേ? രംഗീല, ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എന്റെ ഒപ്പം കൂടി ഷക്കാലുമായി യുദ്ധം ചെയ്യണമെന്നാണ്. അങ്ങനെയാണോ? സോറി രുദ്ര, അതാണ് ഞാൻ ആലോചിച്ചത്. നീ എന്തിനാ എന്റെ കൂടെ തല്ലുകൂടുന്നത്? ഇപ്പൊ കാര്യം പിടികിട്ടി രുദ്ര, എല്ലാം മനസ്സിലായി. എന്താ മനസ്സിലായോ? മുഖം മൊത്തം കരിവാരി തേച്ചിരിക്കുക. രുദ്ര, നീ രംഗിലേനെ വിട്ടേക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനും ഷാക്കാലിന് നല്ലൊരു പാഠം പഠിപ്പിക്കാനായിട്ട് ചില പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്താ, കാണിക്കട്ടെ? അതിനൊക്കെ ആരെങ്കിലും പെർമിഷൻ ചോദിക്കോ? അന്തർ മന്തർ ജാദു കലന്തർ, തേനീച്ചകളുടെ അറ്റാക്ക്. ശത്രുവിനെ കുത്തി കുത്തി കൊല്ലേ. ശത്രു അല്ല. മൈര, നിന്റെ ഈ തേനീച്ചകളെ കൺട്രോൾ ചെയ്യ്. രുദ്ര, എന്നെ രക്ഷിക്ക്. രംഗില, മര, നിങ്ങൾ രണ്ടുപേരുടെ മാജിക്കും കൊള്ളാം, പക്ഷെ ടൈമിംഗ് തെറ്റാണ്. നിങ്ങൾ മനസ്സൽപ്പം ശാന്തമാക്കണം, എന്നിട്ട് ഷക്കാലിനെ ഫോക്കസ് ചെയ്യൂ. ഓർമ്മയുണ്ടല്ലോ, ഇത് ഞാനല്ല, മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളാണ്. ഇപ്പൊ നമ്മൾ ഷക്കാലിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകണം. വരൂ.
സിംസും നിങ്ങൾ രണ്ടുപേരും തയ്യാറായിക്കോളൂ. വേണ്ട സിംസും, നിങ്ങൾക്ക് അവിടേക്ക് വരാൻ പറ്റില്ല. അത് അപകടം പിടിച്ച സ്ഥലമാണ്. ഈ പാലസിലും ആരെങ്കിലും വേണമല്ലോ. ആവശ്യപ്പെടും. അതെ അതെ, നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് പോണം. രുദ്ര, അങ്ങോട്ട് നോക്ക്. ശകലും അവന്റെ ശിങ്കടിയും. ആഹാ, ശകാലേ, രുദ്ര വന്നു. ഈ പ്രാവശ്യം അവൻ തനിച്ചല്ല വന്നിരിക്കുന്നത്. സോഗ, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സോഗ, ഇത് ഈ ഷകാലിന്റെ മാജിക് ആണ്. ഇതൊന്നും സാധാരണ ചിലന്തി വലയല്ല. അവന്മാരിറങ്ങി ഇങ്ങോട്ട് വരട്ടെ. രുദ്ര തീർച്ചയായും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം അവന്റെ അപ്പൂപ്പനല്ലേ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. ഹലോ രുദ്ര. എന്താ, നിനക്ക് സുഖമാണോ? നിന്റെ അപ്പൂപ്പനെ കാണാനായി വന്നതാണോ? ഷകാലിന്റെ സാമ്രാജ്യത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ദേ അങ്ങോട്ട് നോക്ക്. എല്ലാവരും വളരെ ശാന്തമായി റിലാക്സ് ആയിരിക്കുകയാണ്. ശകാൽ, നീ വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഓഹോ, എന്തൊരു ദേഷ്യമായ രുദ്ര ഇത്. ഞാൻ അങ്ങ് പേടിച്ചു പോയി കേട്ടോ. ഇനിയിപ്പോ നീ എന്തു ചെയ്യോടാ ചക്ക? ഇവരെ റിലീസ് ചെയ്ത് കൊണ്ടുപോകുമോ? പക്ഷെ നീ എങ്ങനെ കൊണ്ടുപോകും? നിനക്ക് മന്ത്രതന്ത്രങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല. ഈ ഷകാൽ അവിടെയുള്ള പേജുകളെല്ലാം എംപ്റ്റി ആക്കി വെച്ചിരിക്കുകയാണ്. ഷകാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഈ ക്രിസ്റ്റൽ ബോൾ കുലേറ്റോ. Ibaiska statue live ho. Ibaiska statue live ho. സപ്പോള, ഇതെല്ലാം രുദ്രയുടെ ഒരു ചതിയാണ്. ശകാലിനെ അവൻ വെറുതെ ടെൻഷൻ അടിപ്പിക്കുക. ഹോല, നീ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. അതിലൊരു രുദ്ര ഡമ്മിയാണ്. മന്ത്രം വായിക്കുന്ന രുദ്രയെ നമ്മൾ തടഞ്ഞു നിർത്തണം. ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുമ്പോ നിങ്ങൾ അവിടെ കിടന്ന് തത്തയെന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നോടാ. മരമണ്ടന്മാരെ, ഓടിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിനെയും ഞാൻ സ്റ്റാച്ചു ആക്കി മാറ്റും. പുറകിൽ എന്താടാ ഉള്ളത്? കുറെ നേരമായി നീ എന്നോട് തിരിഞ്ഞു നോക്കാൻ പറയുന്നുണ്ടല്ലോ. എന്താടാ, നീ എന്നെ പഞ്ചിച്ചു അല്ലേ? ഇവിടെയും ഒരു രുദ്ര, അവിടെയും ഒരു രുദ്ര എന്ന് വെച്ചാൽ ഇത് ഒരുത്തൻ ഡമ്മിയാണ്, വെറും ഇമേജ് മാത്രമാണ്. രുദ്ര, ഇത് ഷകാലിന്റെ മാജിക് ആണ്. നിനക്ക് അത്ര പെട്ടെന്നൊന്നും അത് തകർക്കാൻ പറ്റില്ല. അകീറ സകീറ കർത്തോ. രുദ്ര, നീ ഇത് എത്ര ശ്രമിച്ചാലും നടക്കില്ല. നിനക്ക് ഇവരെ ആരെയും റിലീസ് ചെയ്യാൻ പറ്റില്ല. ഷകാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. മനസ്സിലായോ?
ഷാക്കാൽ ഒരിക്കലും തോറ്റു പിന്മാറിയിട്ടില്ല. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്കാ. ഞാനാണ് ഷാക്കാൽ. ഞാനത് തമാശയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത. നിങ്ങൾക്ക് എന്നെ കൊച്ചുപ്രായം മുതൽ അറിയാവുന്നതല്ലേ? നിങ്ങൾ എങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. നമുക്ക് വരൂ, നമുക്ക് എല്ലാവർക്കും പാർട്ടി എൻജോയ് ചെയ്യാം. വരൂ. ഷാക്കാൽ, നിന്റെ മിമിക്രി ഒന്നും ഇവിടെ ആർക്കും കാണണ്ട. നീ ഇപ്പൊ പറഞ്ഞ വളരെ ശരിയാ. ചെറുപ്പകാലം മുതൽ എനിക്ക് നിന്നെ നല്ലോണം അറിയാം. അങ്ങനെ ഉണ്ടായിരുന്ന നീ ഈ ജന്മത്തിൽ നന്നാവില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഞാനിനി ആവർത്തിക്കില്ല ഗുരുജി, എന്നെ വിട്ടേക്ക് ഗുരുജി. ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. സബാഷ് രുദ്ര, നീ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഷാക്കാലിന്റെ മാന്ത്രിക പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവില്ലായിരുന്നു. ജയസിംഗ് നിനക്ക് നല്ല മാജിക്കും അതോടൊപ്പം നല്ല ഡിസിപ്ലിനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു ഗുരുജി. നന്ദി ഗുരുജി. മൈറ, വരുൺ, റംഗീല, ജിംഗ്ലി, താങ്ക് യു. നിങ്ങൾ എല്ലാവരും വളരെ ധൈര്യമായിട്ടാണ് ഷാക്കാലുമായി ഏറ്റുമുട്ടിയത്. ഹാ, രുദ്ര ജയിച്ചത് കൊണ്ട് നമുക്കിപ്പോ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവരും വരൂ. രുദ്ര, ഇന്നു മുതൽ നീ എന്റെ പുതിയ സ്റ്റുഡന്റ് ആകുന്നു.